സെറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഉള്ള ഐഡിയകളും പ്രോബ്ലംസും ഒക്കെ നമുക്ക് എങ്ങനെയെന്ന് നോക്കാതെ വളരെ ഈസിയസ്റ്റ് ആയ ടോപ്പിക്കാണ് സെറ്റ്സ്. അപ്പോൾ ഇതിലെ പ്രോബ്ലം നമ്മൾ ഏത് +1 മാത്തമാറ്റിക്സ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ടോപ്പിക്ക് വെച്ചിട്ട് നമ്മൾ തുടങ്ങാൻ പാടുള്ളൂ. ഇതിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആദ്യം എന്താണ് സെറ്റ്സ് എന്നുള്ളതിൻ്റെ രീതികളാണ് ഒന്നാമതുള്ളത്. സെറ്റ്സ് ആദ്യം നമുക്കുള്ളത് സെറ്റ്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്തത് സെറ്റ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റുകളാണ്. റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. എത്ര റെപ്രസെൻറ്റേഷൻസ് ഉണ്ട് എന്നാലും ചോദ്യം. ഒന്ന്, നമ്മൾ വിളിക്കുന്ന പേര് റോസ്റ്റർ ഫോം എന്നാണ്. റോസ്റ്റർ ഫോം. ഫസ്റ്റ് ഫോം വി കോൾ ഇറ്റ് ആസ് ദ റോസ്റ്റർ ഫോം. Another call we call it as set builder form. ഒന്ന് റോസ്റ്റർ ഫോം, രണ്ടാമത്തെ ഫോം നമ്മൾ വിളിക്കുന്ന പേര് സെറ്റ് ബിൽഡർ ഫോം എന്നാണ്. അപ്പോൾ ഇത് സാധാരണ ഇതിൽ ക്വസ്റ്റ്യൻ നമുക്ക് വരിക, ഒരു സെറ്റ് ബിൽഡർ ഫോം എന്ന് ഒരു സെറ്റ് എന്നിട്ട് റോസ്റ്റർ ഫോമിലേക്ക് മാറ്റും. അപ്പോൾ എന്താണ് അറിയാം, റോസ്റ്റർ ഫോം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു സെറ്റിനെ രണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എലമെൻറ്റ്സിനെ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുക. ആ രീതിയിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, റോസ്റ്റർ ഫോം. ഫോർ എക്സാമ്പിൾ 1 2 3 ഫോർ എക്സെട്ര ഇങ്ങനെയുള്ള 4 എലമെൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 1 2 3 4 എന്ന് ഇങ്ങനെ കോമ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ ഫോമിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റോസ്റ്റർ ഫോം. ഇനി സെറ്റ് ബിൽഡർ ഫോമിലേക്ക് നമ്മൾ പറയുന്ന സമയത്ത് ഈ സെറ്റ് നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, അതിലാദ്യം ഈ എലമെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്ന വേരിയബിൾ നമ്മൾ ഉപയോഗിക്കും. എന്നിട്ട് 2 ഡോട്ട് നമ്മൾ വായിക്കുക സച്ച് ദാറ്റ്. അപ്പോൾ എക്സ് ആരെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? എക്സ് എന്ന് പറയുന്നത് എനി എലമെൻറ്റ് ഓഫ് സെറ്റ്, ഈ സെറ്റിലെ ഏതെങ്കിലും ഒരു എലമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യും. ഇനി എക്സ് ആരാന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി നമ്മളോട് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ പറയുന്ന റെപ്രസെൻറ്റേഷനെ വിളിക്കുന്ന പേര് എന്താണ്, സെറ്റ് ബിൽഡർ ഫോം എന്നാണ്. അപ്പോൾ ഇതിൽ കോമൺ പ്രോപ്പർട്ടി കിട്ടണമെങ്കിൽ നിങ്ങൾ നോക്കുക 1 2 3 4 ഈ കോമൺ പ്രോപ്പർട്ടി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണഗതിയിൽ അവിടുന്ന് ഒരു കോമൺ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കണം. ആരാണ് 1 2 3 4? അപ്പോൾ ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റും 1 2 3 4 എന്ന് നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ എക്സ് ആരാണ്, നാച്ചുറൽ നമ്പർ. അപ്പോൾ എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ നമ്മൾ എഴുതുക. എക്സ് എലമെൻറ്റ് ഓഫ് എൻ, ക്യാപിറ്റൽ എൻ ആണ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ ഉദ്ദേശിക്കുക. അപ്പോൾ എക്സ് എലമെൻറ്റ് ഓഫ് എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ഒരു നാച്ചുറൽ നമ്പറാണ്. ഇങ്ങനെ എഴുതി വെച്ചാൽ നമുക്ക് പ്രശ്നമുണ്ട്. കാരണം എക്സ് നാച്ചുറൽ നമ്പറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-ൽ അവസാനിക്കില്ല, 4 5 6 എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോവാണ്. അപ്പം നമുക്ക് കൺട്രോൾ വരേണ്ടത് 1-നും 4-നും ഇടയ്ക്കുള്ള നാച്ചുറൽ നമ്പർ ആയിരിക്കണം ആര്, ഈ പറയുന്ന എക്സ് നമുക്ക് കൺട്രോൾ ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന കണ്ടീഷൻ ഇങ്ങനെ വരിക. അപ്പോൾ എക്സ് നാച്ചുറൽ നമ്പർ ആവുന്നത്, അപ്പോൾ ഏതിൻ്റെ ഇടയ്ക്ക് കൺട്രോൾ ചെയ്യണം, 1-നും 4-നും ഇടയ്ക്ക്. എങ്ങനെ എഴുതുക, 1-നും 4-നും ഇടയ്ക്ക് എക്സ് വരിക. അപ്പോൾ ഇങ്ങനെ ഒരു നൊട്ടേഷൻ മാത്തമാറ്റിക്സിലില്ല. അപ്പോൾ 1-ഉം 4-ഉം ഇൻക്ലൂഡ് ചെയ്തെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് 1-നെക്കാട്ടിലും എക്സിൻ്റെ വാല്യൂ എന്താണ്, 1-നും 4-നും ഇടയ്ക്ക്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ ഉപയോഗിക്കും. അതല്ല വീണ്ടും 4-നെക്കാട്ടും കുറവ്, അപ്പോൾ 4-നെക്കാട്ടും കുറവ്. അപ്പോൾ 1-നും 1-ൽ കൂടുതലും 4-ഉം 4-ൽ കുറവുമായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഒന്നടക്കം 1-ൻ്റെ മുകളിലുള്ളതും ആണ് എക്സ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കലതാണ് എന്ത്, എക്സിൻ്റെ വാല്യൂ 1-ഉം അതിൻ്റെ മുകളിലുമാണ്. അതേപോലെ എക്സിൻ്റെ വാല്യൂ 4-ഉം അതിൻ്റെ താഴത്തുമാണ്. എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 1-നും 4-നും ഇടയ്ക്കാണ്. ആ 4-ൻ്റെ ഇടയ്ക്കെന്ന് പറയുമ്പോൾ 1-ഉം 4-ഉം എന്താണ്, എക്സിൻ്റെ വാല്യൂ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ കറക്റ്റായിട്ട് നമുക്ക് ഈ ഫോമിന്, രണ്ടാമത്തെ ഈ ഫോമിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, സെറ്റ് ബിൽഡർ ഫോം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചോദ്യങ്ങൾ വരും മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ നമുക്ക് ഒരു സെറ്റിനെ നമുക്ക് ഇതേപോലെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് തന്നു കഴിഞ്ഞ ശേഷം നമുക്ക് എന്തിലേക്ക് എഴുതാൻ പറയും, ഇതേപോലെ റോസ്റ്റർ ഫോമിലേക്ക് എഴുതാൻ പറയും. എലമെൻറ്റ്സുകളെ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ വിളിക്കുന്ന പേരാണ് നമുക്ക് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ചോദ്യ കാറ്റഗറിയാണ്, ക്വസ്റ്റ്യൻ കാറ്റഗറിയാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തത് ചോദിക്കുന്ന വേറൊരു ടൈപ്പ് ചോദ്യം, സബ്സെറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിലെ ചോദ്യങ്ങളിൽ സബ്സെറ്റ്, ഒരു സെറ്റിൻ്റെ എലമെൻറ്റ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന സെറ്റുകളെ വിളിക്കുന്ന പേരാണ് സബ്സെറ്റ് എന്ന് പറയുന്ന കാറ്റഗറി. ഇപ്പോൾ സബ്സെറ്റിൻ്റെ കാറ്റഗറിയിൽ നമ്മൾ ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന ഒരു സെറ്റ്, ഫോർ എക്സാമ്പിൾ 1 2 എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നു കഴിഞ്ഞാൽ ഈ സെറ്റിൻ്റെ സബ്സെറ്റുകൾ എത്ര ഉണ്ടെന്ന് എഴുതാൻ ചോദിക്കും. ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു സെറ്റിൻ്റെ സബ്സെറ്റ് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട പരിപാടി, ആ തന്നിരിക്കുന്ന സബ്സെറ്റ് എഴുതാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ എഴുതേണ്ടത് 5 എം ടി സെറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റാണ്. പിന്നെ ഈ തന്നിരിക്കുന്ന സെറ്റ് എഴുതി വെക്കുക എന്ന് വെച്ചാൽ 1 2 ഇത് എഴുതിയതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കിയുള്ളതൊക്കെ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ ഒരു സെറ്റ് തന്നിട്ട് അതിൻ്റെ സബ്സെറ്റിൽ എഴുതാൻ പറഞ്ഞാൽ ആദ്യം എം ടി സെറ്റ് 5 എഴുതുക, 2 ആ സെറ്റിൻ്റെ എഴുതുക. ഇനി നിങ്ങൾ ആലോചിക്കാനുള്ളത് 5 എലമെൻറ്റ്സ് ഒന്നുമില്ല, 0 നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. ഇത് എത്ര എലമെൻറ്റ്, 2 എലമെൻറ്റ്സ് ഉണ്ട്. ഇനി നമ്മൾ സബ്സെറ്റ്, അപ്പോൾ ഈ എലമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് സബ്സെറ്റ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ സബ്സെറ്റ് ഉണ്ടാക്കേണ്ടത് 0-നും 1-നും ഇടയ്ക്ക് എത്രയുള്ളൂ, 1 എന്നുള്ള വാല്യൂ മാത്രമേ. എന്ന് പറഞ്ഞാൽ
ഒരു എലമെൻറ്റ് ഉപയോഗിക്കുന്ന എത്ര സെറ്റുകൾ ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റും? ഈ രണ്ടെണ്ണത്തിൽ ഒരു എലമെൻറ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്ന സെറ്റുകൾ മാത്രമേ ഓപ്ഷൻസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ കോമ ഇട്ടിട്ട് 1 ഉപയോഗിച്ച് സെറ്റ് ഉണ്ടാക്കിയാൽ സെറ്റ് 1 എന്ന് പറയും, 2 ഉപയോഗിച്ച് സെറ്റ് ഉണ്ടാക്കിയാൽ നമ്മൾ എന്ത് വിളിക്കും? അതിന് സെറ്റ് 2 എന്ന് വിളിക്കും. ഇതാണ് സബ്സെറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് ഒരു റിസൾട്ടൊക്കെ നമ്മൾ സാധാരണ ഇതിൽ എഴുതാൻ പറ്റുന്ന റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് ഇതാണ്. ഒരു സെറ്റിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ എന്ന് പറയുന്ന സെറ്റിൽ നമുക്ക് n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ്, ഇതൊക്കെ ഡയറക്റ്റായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. നമ്പർ ഓഫ് സബ്സെറ്റുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ കിട്ടുന്നത് 2n സബ്സെറ്റുകൾ എന്താണ് നമുക്കവിടെ പോസിബിളാണ്. ഇതാണ് രണ്ടാമത്തെ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഒരു ഐഡിയ. ഇനി ഈ സബ്സെറ്റ് തന്നെ ഇൻ്റർവെൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂട്ടിണ്ട്. ഇൻ്റർവെൽ എന്ന് പറയുന്ന കൺസെപ്റ്റുകളുണ്ട്, അറിയാവുന്ന തന്നെയാണ്. നമുക്ക് നാലാമത്തെ പോയിൻ്റായിട്ട് പോലെ പഠിക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് ഇൻ്റർവെൽസ്. ഓപ്പൺ ഇൻ്റർവെൽ, ക്ലോസ്ഡ് ഇൻ്റർവെൽ എന്ന് പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതാണ് ഒന്ന്. ഓപ്പൺ ഇൻ്റർവെൽ AB എന്ന് പറഞ്ഞാൽ എന്താണ്? AB ഒക്കെ റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ റിയൽ നമ്പേഴ്സാണ്. ഓപ്പൺ ഇൻ്റർവെൽ AB എന്ന് പറഞ്ഞാൽ അതിനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുക, ഇറ്റ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, എന്ന് വെച്ചാൽ എക്സ് ഞാൻ പറഞ്ഞു സെറ്റ് ബിൽഡർ ഫോമിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന വേരിയബിളാണ്. എക്സ് ആരാണ്? റിയൽ നമ്പറാണ്. എന്ന് പറഞ്ഞാൽ ഇതൊരു റിയൽ നമ്പറിൻ്റെ സെറ്റാണ്. ഏതിനടക്ക് എൻ്റെയും ബി എന്ന് പറഞ്ഞാൽ 2 റിയൽ നമ്പർ ഉണ്ടെങ്കിൽ എൻ്റെയും ബീൻ്റെ ഇടക്ക് വരുന്ന എല്ലാ റിയൽ നമ്പറിൻ്റെ സെറ്റിനെ വിളിക്കുന്ന പേരാണിത് ഓപ്പൺ ഇൻ്റർവെൽ AB. അപ്പോൾ എയും ബിയും എടുക്കുന്ന സമയത്ത് എക്സ് എന്നുള്ള വാല്യൂ എ എടുക്കൂല, ബി എടുക്കൂല. അതാണ് ഓപ്പണിൻ്റെ പ്രത്യേകത. എയും ബീൻ്റെ ഇടക്ക് കറക്റ്റ് ഇടക്കാണ് എയും ബിയും എടുക്കാത്ത വാല്യൂ. ഇതാണ് ഓപ്പൺ ഇൻ്റർവെൽ AB എന്ന് പറയുന്നത്. ഇനി എയും ബിയും അടക്കം അതിനിടക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സിനും സെറ്റ് ചെയ്യുന്ന വേറൊരു കൺസെപ്റ്റാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ AB എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് ഇങ്ങനെ എഴുതാം, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എന്ന് പറയുന്ന റിയൽ നമ്പറാണ്, എയും ബിയും അടക്കം എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇതാണ് നമ്മുടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ AB എന്ന് പറയുന്നത്. ഇനി ഇതിന്ന് 2 വെറൈറ്റി ഉണ്ടാക്കാറുണ്ട്. എൻ്റെ ഭാഗത്ത് ഓപ്പണും ബീൻ്റെ ഭാഗത്ത് ക്ലോസും ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് രണ്ടും കൂടി നമുക്ക് പറയാൻ പറ്റും. എൻ്റെ ബീൻ്റെ ഇടക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ എല്ലാ റിയൽ നമ്പേഴ്സും ലൈസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എൻ്റെ വാല്യൂ എക്സ്ക്ലൂഡ് ചെയ്യും, എടുക്കൂല. ബീൻ്റെ വാല്യൂ എടുക്കുന്ന ആ ഇൻ്റർവെലിനെ വിളിക്കുന്ന പേരെന്താണ്? എ ഓപ്പൺ, ബി ക്ലോസ്ഡ് ഇൻ്റർവെൽ. സെമി ഓപ്പൺ അല്ലെങ്കിൽ സെമി ക്ലോസ്ഡ് ഇൻ്റർവെൽ നമ്മളതിന് പറയാം. തിരിച്ച് നമുക്ക് ഒന്നുകൂടി പറയാൻ പറ്റും. ക്ലോസ്ഡ് സൈഡ് എ, ഓപ്പൺ സൈഡ് ബി എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എന്ന് പറയുന്ന ആരാണ്? ഒരു റിയൽ നമ്പറാണ്. എ വാല്യൂ എക്സ് എടുക്കും, ബീൻ്റെ വാല്യൂ എക്സ് എടുക്കൂല എന്ന് പറയുന്ന സാധനം. ഇനി ഇത് തന്നെ നമുക്ക് ഇത് ജോമെട്രിക്കലി കാണിക്കാൻ പറ്റും. റിയൽ നമ്പറിൻ്റെ സബ്സെറ്റുകളാണെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ റിയൽ നമ്പർ. ഇപ്പോഴും നമ്മൾ നമ്പർ ലൈനിലാണ് നമ്പേഴ്സിനെ അടയാളപ്പെടുത്തുക. അതിൽ 2 വാല്യൂസ് എയും ബി എന്ന് പറഞ്ഞ 2 വാല്യൂസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിന് ജോമെട്രിക്കലി നമ്മൾ എഴുതുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. എൻ്റെ വാല്യൂ എടുക്കില്ല എന്ന് കാണിക്കാൻ എൻ്റെ മുകളിൽ ഒരു ഓപ്പൺ സർക്കിൾ വരയ്ക്കും, ബീൻ്റെ വാല്യൂ എടുക്കില്ല എന്ന് കാണിക്കാൻ ബീൻ്റെ മുകളിൽ എന്ത് വരയ്ക്കും? ഒരു ഓപ്പൺ സർക്കിൾ വരയ്ക്കും. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇതിനിടക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സ് സെറ്റെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ 2 ഭാഗത്ത് നമ്മൾ എന്ത് വെക്കും? ജസ്റ്റ് ഒരു ഷെയ്ഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുക? ഓപ്പൺ ഇൻ്റർവെൽ ABനെ റെപ്രസെൻറ്റ് ചെയ്യുക. സെയിം സ്റ്റൈലിൽ നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ AB ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതേ രീതി നമുക്ക് ക്ലോസ്ഡ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് റിയൽ ലൈൻ വരച്ചു, റിയൽ ലൈൻ. അപ്പോൾ ആ റിയൽ ലൈനിൽ നമ്മൾ AB മാർക്ക് ചെയ്യുന്നു. AB ഒക്കെ റിയൽ നമ്പേഴ്സാണ്. എയും ബി നമുക്ക് റിയൽ നമ്പേഴ്സ് മാർക്ക് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം എൻ്റെ വാല്യൂ ഇൻക്ലൂഡ് ചെയ്യുന്ന കാണിക്കാൻ നേരത്തെ ഓപ്പൺ സർക്കിളാണ് വരച്ചെങ്കിൽ ആ സർക്കിൾ എന്ത് ചെയ്യുന്നു? ഒന്ന് കറുപ്പിച്ചിട്ട് വരയ്ക്കുന്നു. ഓപ്പൺ സർക്കിളിൽ ഒരു ഓപ്പൺ ആയിട്ടാണ് അതിൻ്റെ മുകളിൽ വരയ്ക്കുകയെങ്കിൽ ഇത് കറുപ്പിച്ച് വരയ്ക്കും. അങ്ങനെയാണ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബീൻ്റെ എല്ലാ എലിമെൻറ്റ്സും. അപ്പോൾ ഈ കറുപ്പിച്ച ഭാഗവും അതിനിടക്കുള്ള കറുപ്പിച്ച ഭാഗവും എന്ന് പറഞ്ഞാൽ എൻ്റെയും ബീൻ്റെ ഇടക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സ് സെറ്റെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് അതിൻ്റെ ജോമെട്രിക്കൽ പാർട്ടായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെ ഇതേ സ്റ്റൈലിൽ നമുക്ക് ഈ 2 രീതി എന്ത് ചെയ്യാൻ പറ്റും? നമുക്കവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ്റർവെൽ കൺസെപ്റ്റിൽ ക്വസ്റ്റ്യൻ വരില്ല എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒന്നെങ്കിൽ ഈ ഫോമിലേക്ക് നമുക്കൊരു സെറ്റ് തന്നിട്ട് ഇൻ്റർവെൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഇൻ്റർവെൽ ഫോം തന്നിട്ട് അതിൻ്റെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയും. ഈ ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ സാധാരണഗതിയിൽ എന്ത് ചെയ്യാറുണ്ട്? അവിടെ ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, ഇനി ഇതാണ് അവിടെ ആ ഒരു സെക്ഷൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു ഒരു റോസ്റ്റർ ഫോം, സെറ്റ് ബിൽഡർ ഫോമിലെ ക്വസ്റ്റ്യന് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്, സബ്സെറ്റ് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ വരാറുണ്ട്. ആ സബ്സെറ്റിൻ്റെ വേറൊരു ടൈപ്പാണ് ഇൻ്റർവെൽ, റിയൽ നമ്പേഴ്സിൻ്റെ വേറെ സബ്സാണ് ഇൻ്റർവെൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് വരാറുണ്ട്? ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അഞ്ചാമത്തത് ഓൾജിബ്ര ഓഫ് സെറ്റ്. ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയ. ഓപ്പറേഷൻ ഓൺ സെറ്റ്സ്, ഓപ്പറേഷൻ സെറ്റിൻ്റെ ഓപ്പറേഷൻസ് എന്ന ഓപ്പറേഷൻ, സെറ്റ്സിൻ്റെ ഓപ്പറേഷൻസ് ഓഫ് സെറ്റ്സ്. അപ്പോൾ അതിൽ മെയിനായിട്ട് നമുക്ക് അറിയാവുന്ന പോലെ 4 ഓപ്പറേഷൻസ് ഉണ്ട്. ഒരു ഓപ്പറേഷൻ വിളിക്കുന്ന പേര് യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷനാണ്. രണ്ടാമത്തെ ഓപ്പറേഷൻ ഇൻ്റർസെക്ഷൻ എന്നുള്ള ഓപ്പറേഷനാണ്.
ഡിഫറൻസ് ഉള്ള ഓപ്പറേഷൻ, മൂന്നാമത്തെ ഡാഷ് അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്ന ഓപ്പറേഷനാണ്, കോംപ്ലിമെൻറ്റ് ഓപ്പറേഷൻ. ഇങ്ങനെ 4 തരത്തിലാണ് ആക്ച്വലി എന്തുള്ളത്, ഓപ്പറേഷൻസ് ഉള്ളത്. ആ ഓപ്പറേഷന് കറസ്പോണ്ടിങ് വെൻ ഡയഗ്രം എന്താണെന്ന് അറിയാലോ, സെറ്റിൻ്റെ പിക്ചർ റെപ്രസെൻറ്റേഷൻ വിളിക്കുന്ന പേരാണ് വെൻ ഡയഗ്രം. ഇത് റിലേറ്റ് ചെയ്തിട്ട് ഒരു ഷുവർ ക്വസ്റ്റ്യൻ, ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ കുറച്ചൊരു എക്സാമ്പിളിലൂടെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം എക്സാമ്പിളിലൂടെ. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കും. സപ്പോസ് എ ഇസ് എ സെറ്റ്. ഞാൻ എടുക്കാൻ പോകുന്നത് 1 2 3 4 1 2 3 എന്ന സെറ്റ് എടുക്കുന്നു. അതേപോലെ ബി എന്ന് പറയുന്ന സെറ്റ്, ബി ലെറ്റ് ഇറ്റ് ബി എന്ന് പറയുന്ന സെറ്റ് ഞാൻ ഉണ്ടാക്കുന്നു. സോ ബി ഈസ് ഈക്വൽ ടു ഞാൻ എടുക്കുന്നത് 3 4 എന്ന് പറയുന്ന സെറ്റ് എഴുതിയെന്ന് വിചാരിക്കുക. അങ്ങനെ എല്ലാവർക്കും അറിയുമ്പോൾ വാട്ട് ഈസ് എ യൂണിയൻ ബി, എ യൂണിയൻ ബി എങ്ങനെ കണ്ടുപിടിക്കുക? ഇത്രയേ ഉള്ളൂ. എൻ്റെ എല്ലാ എലമെൻസിനെയും നമുക്ക് എന്ത് ചെയ്യുക, ലിസ്റ്റ് ചെയ്ത് വെക്കുക. ബീൻ്റെ എലമെൻസിനെയും, ബിയിൽ നമുക്ക് ആരുള്ളത് 3 4 ഉണ്ട്. അപ്പോൾ ഓൾറെഡി ഇവിടെ 3 ഉള്ളത് കൊണ്ട് സെറ്റിന് എഴുതുന്ന സമയത്ത് എലമെൻറ്റ്സ് എഴുതുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ ആ എലമെൻറ്റ് വീണ്ടും എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ 3 ഇവിടെ റിപ്പീറ്റഡ് ആണ്. അപ്പോൾ 3 നമുക്ക് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. ബാക്കി ആരുള്ളത് നമുക്ക് 4 ഉണ്ട്. ഇതാണ് യൂണിയൻ. എയിൽ എല്ലാ എലമെൻറ്റ്സിൻ്റെ എഴുതുക, അതേപോലെ എൻ്റെ എല്ലാ ആൾക്കാരും എഴുതുക, ബീൻ്റെ എല്ലാ ആൾക്കാരും എഴുതുക. റിപ്പീറ്റ് ചെയ്ത് തന്ന സാധനം ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. അതാണ് യൂണിയൻ എന്ന് പറയുന്നത്. ഇനി ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുമ്പോൾ തന്നെയാണ്. എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക, 1 കോമൺ അല്ല, 2 കോമൺ അല്ല, ആര് മാത്രമേ കോമൺ ഉള്ളൂ? 3. അപ്പോൾ ഒരു കോമൺ എലിമെൻറ്റ് മാത്രമേ ഉള്ളൂ. ആ പറയുന്ന ഓപ്പറേഷനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ആ എലിമെൻറ്റ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണത് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അതാണ് കോമൺ ടു ബോത്ത് എ ആൻഡ് ബി. ഓക്കെ, ഇനി എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതും വളരെ സിമ്പിളാണ്. ഈസ് എ സെറ്റ്. എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ആണെങ്കിൽ എന് നോക്കുക. ഓക്കെ, എൻ്റെ ഓരോ എലമെൻറ്റ്സ് നോക്കുക. ആദ്യം എയിൽ 1 എടുക്കുക, എന്നിട്ട് ഇവിടെ നോക്കുക, ഇവിടെ കാണുന്നുണ്ടോ നോക്കുക. 1 ഇവിടെ കാണുന്നുണ്ടോ? അപ്പോൾ എ മൈനസ് ബി എടുത്താൽ എയിൽ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അത് എവിടെ ഉണ്ടാവരുത്? ബിയിൽ ഉണ്ടാവരുത്. അപ്പോൾ 1 എവിടെ മാത്രമേ ഉള്ളൂ? എയിൽ മാത്രമേ ഉള്ളൂ. എവിടെ ഇല്ല? ബിയിലില്ല. അപ്പോൾ എ മൈനസ് ബിയിലെ ഫസ്റ്റ് എലമെൻറ്റ് ആരായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഞാൻ എഴുതാൻ പോവാണ് എ മൈനസ് ബിയിലെ ഫസ്റ്റ് എലമെൻറ്റ് 1. ഇനി വീണ്ടും ഞാൻ അടുത്ത 2 എടുക്കാൻ പോകുന്നു. 2 എയിലുണ്ട്. അപ്പോൾ ഓരോ എയിലെ എലമെൻറ്റ് എടുത്തിട്ടാണ് ചെക്ക് ചെയ്യുക കേട്ടോ. ആ എ 2 എടുത്ത് ബിയിൽ ചെക്ക് ചെയ്ത് നോക്കി, ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ എലമെൻറ്റ് ആരാണ്? ഇവിടെ 2 ആണ്. എഴുതി വെച്ചു. ഇനി അടുത്ത ഞാൻ എ എലമെൻറ്റ് എടുക്കുന്നു, എലമെൻറ്റ് 3 എടുക്കുന്നു. ഇവിടെ ചെക്ക് ചെയ്ത് നോക്കി, ഉണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് എവിടെ ഉണ്ടാവില്ല? എ മൈനസ് ബിയിൽ ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ എയിൽ മാത്രമേ പാടുള്ളൂ. ആ എലമെൻറ്റ് എവിടെ പാടില്ല? ബിയിൽ പാടില്ല. ഈ ഓപ്പറേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ച്വലി എന്ത്? ഡിഫറൻസ് ഓപ്പറേഷൻ. അപ്പോൾ അതുപോലെ വേണം നമുക്കിതുപോലെ ബി മൈനസ് എ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കണ്ണൊന്ന് തിരിച്ച് നോക്കുക. എവിടെ നോക്കേണ്ട? ആദ്യം ബിയിൽ നോക്കണം. അപ്പോൾ ബീനെ നോക്കി. ഓക്കെ, ബിയിലെ ഫസ്റ്റ് എലമെൻറ്റ് എടുക്കുന്നു. 3 എടുത്ത് ഇവിടെ ഉണ്ടോ നോക്കി. ഉണ്ട്. ബി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ എലമെൻറ്റോട്ട് എഴുതാൻ പറ്റില്ല. അടുത്ത എലമെൻറ്റ് എടുത്ത് 4 എടുത്ത് ഇവിടെ ഉണ്ടോ നോക്കി. ഇല്ല. അതുകൊണ്ട് ബി മൈനസ് എയിൽ ആര് മാത്രമുണ്ട്? 4 മാത്രമുണ്ട്. ഇനി ചെക്ക് ചെയ്യാൻ നമുക്ക് എവിടെ ഇല്ല? ബിയിലെ എലമെൻറ്റ്സ് ഇല്ല. അപ്പോൾ എ മൈനസ് ബിയിൽ നമ്മൾ എയിലെ എലമെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെക്ക് ചെയ്യുക. എയിൽ മാത്രമേ വരാൻ പാടുള്ളൂ. ബി മൈനസ് എൽ നമുക്ക് ബിയിലെ എലമെൻറ്റ്സ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് പാടുള്ളൂ. ഇനി നമ്മൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന ഓപ്പറേഷൻ, ഈ കോംപ്ലിമെൻ്റ് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത്, കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് തന്നാലേ കോംപ്ലിമെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫോർ എക്സാമ്പിൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുമ്പോൾ ബിഗ്ഗസ്റ്റ് സെറ്റ് എന്നുള്ള കൺസെപ്റ്റാണ്. യൂണിവേഴ്സ് സെറ്റിനെ ഡിനോട്ട് ചെയ്യുക യു എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. യു ഈസ് ഈക്വൽ ടു ഞാൻ എടുക്കും ജസ്റ്റ് സിമ്പിളായി സെറ്റ് എടുക്കാൻ പോകുന്നത് 1 2 3 4 5 6 എന്ന് പറയുന്ന ഒരു സെറ്റ് ഞാൻ എടുക്കുന്നു. ഓക്കെ, അവിടെ എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഞാൻ എടുക്കാൻ പോകുന്നത് സേ 1 2 3 എ എടുക്കുന്നു. അതുപോലെ ബി എന്ന് പറയുന്ന വേറൊരു സെറ്റ് ഞാൻ എടുക്കാൻ പോകുന്നത് സേ 1 4 6 എന്ന് പറയുന്ന സെറ്റ് എന്ന് കഴിയും. അങ്ങനെയാണെങ്കിൽ എ ഡാഷ്, എ കോംപ്ലിമെൻറ്റ് ഡിഫൈൻ ചെയ്യുന്നത്, എ ഡാഷ് ഡിഫൈൻ ചെയ്യുന്നത് യു മൈനസ് എ, യുവിൻ്റെയും എൻ്റെയും ഡിഫറൻസ് ആണ് ആക്ച്വലി എന്ത് പറയുന്നത്? എ ഡാഷ്. യുവിൻ്റെയും എൻ്റെയും ഡിഫറൻസ്. അപ്പോൾ ഡിഫറൻസ് ഓപ്പറേഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആരെ നോക്കാനുള്ളത്? യുവിനെ നോക്കുന്നു, എ നോക്കുന്നു. അപ്പോൾ നോക്കി യുവിൻ്റെ എൻ്റെ ഡിഫറൻസ് പറഞ്ഞാൽ യുവിലുണ്ടാവണം, എവിടെ ഉണ്ടാവരുത്? എയിലുണ്ടാവരുത്. വേറെ എടുത്ത് പറഞ്ഞാൽ എയിലുള്ള എലമെൻറ്റ്സിന് എവിടെ നിന്ന് കളയുക? യുന്ന് കളഞ്ഞിട്ട് ബാക്കിയുള്ള എലമെൻറ്റ്. അപ്പോൾ ആരൊക്കെയുള്ള 1 2 3. അപ്പോൾ 1 കളഞ്ഞു, 2 കളഞ്ഞു, 3 കളഞ്ഞു. ഇനി ബാക്കി ഇവിടെ ആരുള്ളത്? 4 5 6. അത് അവിടെ നമുക്കിവിടെ സെറ്റായിട്ട് എഴുതി വെച്ചാൽ അതാണ് എന്ത് പറയുന്നത്? എ ഡാഷ്. അപ്പോൾ എഴുതി വെക്കും വളരെ സിമ്പിളാണ്. കാണുന്ന സമയത്ത് നമുക്ക് 4 5 6 നമുക്ക് അവിടെ കിട്ടും. അതുപോലെ ബി ഡാഷ് നമ്മൾ എഴുതുന്ന സമയത്ത് യു മൈനസ് ബി നമുക്ക് എഴുതാൻ പറ്റും, വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി ബി നോക്കുക, ഇതാണ് ബി. 4 ഉണ്ട്, 1 ഉണ്ട്, 4 ഉണ്ട്. അപ്പോൾ 1 കളയണം, 4 കളയണം, 6 കളയണം. ഇനി ബാക്കി ആരുള്ളത്? ഈ പറയുന്ന ആൾക്കാരേ ഉള്ളൂ. അത് നേരെ ഇവിടെ എഴുതി വെച്ചോ, 2 3 5. 2, 3, 5. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? ബി ഡാഷ് എന്ന് പറയുന്നത്. അപ്പോൾ കോംപ്ലിമെൻ്റ് ഏത് സാധനം, ഏതൊരു സെറ്റ് എന്നാലും കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ. ഫോർ എക്സാമ്പിൾ എ യൂണിയൻ ബി ഓൾ ഡാഷിൻ്റെ കോംപ്ലിമെൻ്റ് കാണാൻ പറഞ്ഞാൽ അതിൻ്റെ മീനിങ്, അപ്പോൾ എപ്പോഴും കോംപ്ലിമെൻ്റ് കാണുന്ന സമയത്ത് നമുക്ക് എന്ത് തരണം? ഒരു യൂണിവേഴ്സൽ സെറ്റ് തരണം, യു മൈനസ് എ യൂണിയൻ ബി. അതാണ് ആക്ച്വലി എന്ത് പറയുന്നത്?
കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ കൺസെപ്റ്റ്. പഠിക്കാനുള്ള സെറ്റിൽ പഠിക്കാനുള്ള മെയിനായിട്ട് പഠിക്കുന്ന കുറച്ച് കൺസെപ്റ്റിലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചത്. അപ്പോൾ നന്നായിട്ട് ആലോചിക്കുക. നമുക്ക് ഇനി റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ.